സമർത്ഥേ, താങ്കൾ എല്ലാ കാര്യത്തിലും സമർത്ഥനാണ് എന്ന് ഞങ്ങൾക്കറിയാം. കല്യാണത്തിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇതൊക്കെ ഒരു ഇൻഡിവിജ്വൽ ചോയ്സ് ആവും. ഇപ്പൊ ഒരാൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ, കെട്ടി ഒന്ന് പാളി അടുത്ത കെട്ടു, അത്രേ ഉള്ളൂ. അല്ല, ഒന്ന് കെട്ടി പാളി അടുത്ത് കെട്ടിക്കോ. ഒന്നിൽ കഴിച്ചാൽ മൂന്ന്, കല്യാണത്തിന്റെ മാത്രം. കിഷ്കിന്ധാകാണ്ഡത്തിലെ സീൻ ഉണ്ടല്ലോ, ഓ അത് കരയിപ്പിച്ചാട്ടെ. ഹൗ ഡിഡ് യു ഡു ഇറ്റ്? ആ മൊത്തം സീനിൽ അവിടെ എന്താ നടന്നത്? മാജിക് ലിറ്ററലി. ബിക്കോസ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്ക് കുട്ടികളൊന്നുമില്ല. അമ്മയ്ക്കറിയാം ഒരു കുട്ടി നഷ്ടപ്പെട്ടാലുള്ള വേദന ഒരു അമ്മയ്ക്ക് മനസ്സിലാവും. എന്റെ മോനെ നിനക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റിയത്? എനിക്ക് ഇന്നും അൽഫോൻസ് ചേട്ടൻ പറഞ്ഞൊരു സാധനം ഭയങ്കരമായിട്ട് ഓർമ്മയുണ്ട്. ഇത് ക്യാമറയാണ്, പുള്ളിയുടെ ഒരു ടോൺ ഉണ്ടല്ലോ, ഇത് ക്യാമറ, ഇത് നിങ്ങളെ ഭംഗിയിൽ പിടിക്കാനാണ് വെക്കുന്നത് ഇവിടെ. അപ്പൊ നിങ്ങൾ ഇതിനെ പേടിക്കണ്ട, നിങ്ങളുടെ ഏറ്റവും നല്ല ഫ്രണ്ടാണ്, ഒരു ആക്ടറിന്റെ ഫ്രണ്ടാണ്. ലൈക് അൽഫോൻസ് ചേട്ടൻ ആ പറഞ്ഞ വാക്ക്, ലൈക് ദിസ് ഹാപ്പൻഡ് ഇൻ 2014. ഇപ്പൊ താൻ പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന കാര്യം അതാ. ലാലേട്ടന്റെ അടുത്ത് മറ്റേ സാധനം പറയണ്ടല്ലോ, എന്റെ ഏട്ടൻ സുന്ദരനല്ലേ എന്ന്. ഈ അടുത്തെങ്ങാനും കണ്ടായിരുന്നോ? ലിറ്ററലി അങ്ങനെ തന്നെ പറയാൻ പറ്റുന്ന അവസ്ഥയിലാണല്ലോ ആളിരിക്കുന്നത്. പറഞ്ഞു മനോരമ മാക്സിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്യുന്ന വെബ് സീരീസ് കപ്ലിംഗ്, അതിന്റെ ഷൂട്ടാണ് നമ്മൾ നടത്തുന്നത്. ലൈറ്റ്സ് ക്യാമറ ടോക്കിൽ ടീം കപ്ലിംഗ് ആണ് നമ്മുടെ കൂടെ. അപ്പോൾ വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. കപ്ലിംഗിന്റെ ട്രെയിലർ ഞാൻ കണ്ടു. അതിൽ ആദ്യം നിങ്ങൾ ഘോരം കല്യാണത്തെ കുറിച്ച് പറയുന്നുണ്ട്. വാട്ട് ഈസ് യുവർ പേഴ്സണൽ ടേക്ക് ഓൺ കല്യാണം? കപ്ലിംഗിന് എന്താ ഞാൻ ചോദിക്കുന്നില്ല, കല്യാണത്തെ കുറിച്ച് നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം എന്താ? കല്യാണം കഴിച്ചവര് പറയണായിരിക്കും നൈസായിട്ട് കേട്ടോ. സമർത്ഥൻ, താങ്കൾ എല്ലാ കാര്യത്തിലും സമർത്ഥനാണ് എന്ന് ഞങ്ങൾക്കറിയാം. കല്യാണത്തിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇപ്പൊ ഈ പണി കിട്ടുക എന്ന് പറയുന്നത് കല്യാണം കഴിച്ചവർക്കാവും, കല്യാണം കഴിക്കാത്തവർക്കാവും. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്റെ കോളേജിൽ ഗേൾഫ്രണ്ട് ആണ് എന്റെ വൈഫ്. അപ്പൊ എത്രാമത്തെ? കോളേജില് MBA പഠിക്കുമ്പോൾ ഒരു ഗേൾഫ്രണ്ട് ഉണ്ടായിട്ടുള്ളൂ. ആ ആളെ തന്നെ കെട്ടി. പിന്നെ ഡിഗ്രിക്കും സ്കൂളിലൊക്കെ വേറെ ഗേൾഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരാരെയും കെട്ടിയില്ല. അവരൊക്കെ രക്ഷപ്പെട്ടു പോയി. ഈ ഒരാൾ മാത്രമാണ് പെട്ടത്. അപ്പോൾ അല്ല, ഞാൻ പറയാം, പുള്ളിക്കാരിക്ക് അറിയാം എനിക്ക് സിനിമയോടും അഭിനയത്തിനോടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ വീട്ടിലെ പേരൻസിൻ്റെ സപ്പോർട്ട് എല്ലാം പോലെ തന്നെ നമ്മുടെ പാർട്ട്ണറിൻ്റെ സപ്പോർട്ടും വേണ്ട. കാര്യം ഇവൻച്വലി അതില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. കാര്യം എനിക്കറിയാം അങ്ങനത്തെ കുറേ ഫ്രണ്ട്സിന് അവരുടെ ഇപ്പം അത് സിനിമ എന്നല്ല, അവർക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ചെയ്യാൻ പറ്റാത്ത കുറേ റീസൺസ് ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ പാർട്ട്ണർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ കുറേ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ഒന്ന് പറയാറുണ്ട്, അളിയാടെ ഇങ്ങനെ പ്രശ്നമാണ്, അത് നടക്കണില്ല. അപ്പോൾ ഞാൻ ഭയങ്കര ഫോർച്ചുനേറ്റ് ആയില്ല. പിന്നെ പറഞ്ഞു ഇതൊക്കെ ഒരു ഇൻഡിവിജ്വൽ ചോയ്സ് ആവും. ഇപ്പോൾ ഒരാൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ, ഇത് ലോകത്തെ ആദ്യത്തെ ആളല്ലോ ഞാൻ കല്യാണം കഴിക്കണേ. സോ ഇറ്റ്സ് ഓക്കെ. കെട്ടി ഒന്ന് പാളി അടുത്ത കെട്ടു, അത്രേ ഉള്ളൂ. അല്ല, ഒന്ന് കെട്ടി പാളി അടുത്ത് കെട്ടിക്കോ. ഒന്നിൽ കഴിച്ചാൽ മൂന്ന്, കല്യാണത്തിന്റെ മാത്രം. അതിനകത്ത് ട്രെയിലറിൽ ആരാ ആക്ച്വലി കല്യാണത്തെ കുറിച്ച് സംസാരിക്കുന്നത്? കല്യാണത്തിനെ പറ്റി ഞാൻ ചിന്തിക്കാറ് പോലുമില്ല. എന്റെ അമ്മ എപ്പോഴും എന്നെ കുഞ്ഞു കുട്ടിയായിട്ടാ വീട്ടിൽ കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതാണ് എന്റെ അമ്മ നീയോ എന്ന് ചോദിക്കും. പിന്നെ നമ്മളത് ചിന്തിക്കാതിരിക്കുന്നത് നല്ലത്. പാരന്റ്സിന് തലവേദന ഉണ്ടാക്കരുത്. എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത റൊമാൻറ്റിക് ഹീറോ ആയിട്ട് ഭയങ്കര രസമായിട്ട് ചെയ്യുന്ന ആളല്ലേ? പറയൂ, എന്താണ് പറയേണ്ടത്? കല്യാണത്തിനെ പറ്റിയോ? കല്യാണം നല്ലൊരു ഇതാണ്. കല്യാണത്തിനെ പറ്റി എന്താ ഇപ്പൊ പറയേണ്ടത്? കല്യാണം ഇപ്പൊ ഇതൊരു നമ്മളെല്ലാരും കൂടി ഫ്രണ്ട്സ് ആയിട്ടിരുന്നിട്ട് കല്യാണത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ കല്യാണം? എനിക്കൊന്ന് കല്യാണം കഴിച്ച കൊള്ളാന്നുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ ഇരുന്ന് ഇങ്ങനെ അതുപോലെ ഇല്ല, സത്യം പറഞ്ഞ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തോന്നി പ്രായത്തിന്റെ തോന്നുന്നുണ്ട്. ഇപ്പൊ കല്യാണം കഴിക്കണം, ഫാമിലി വേണം, സെറ്റിൽ ആവണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹങ്ങളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. പ്രായത്തിന്റെ ആയിരിക്കും. നീ ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾക്കൊക്കെ പ്രായം വിചാരിക്കും. അല്ല, ഇപ്പൊ എവിടെ തുറന്നാലും ഇൻസ്റ്റയിലാണെങ്കിലും എല്ലാവരും കല്യാണം, ഇപ്പൊ ട്രെൻഡ് അല്ലേ എല്ലാവരും കല്യാണം ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ടാണെങ്കിലും കല്യാണം കഴിക്കണം, ഫാമിലി ഒക്കെ ഇങ്ങനെ സെറ്റിൽ ആയി. അതെ, ഒരു ബീച്ച് ഫേസിംഗ് ഫ്ലാറ്റ് ഒക്കെ എടുത്ത് പാർട്ട്ണറിന്റെ കൂടെ നൈസ് അല്ലേ?
ഇപ്പൊ ഞാൻ അതിന്റെ ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിലും കുറച്ച് എപ്പിസോഡ്സ് കണ്ടപ്പോഴാണെങ്കിലും എനിക്ക് പെട്ടെന്ന് ഈ കോക്ടെയിൽ ഫീൽ ഒക്കെയാണ് ഓർമ്മ വന്നത്. ദീപികയുടെ ഒരു കോക്ടെയിൽ ഭയങ്കര കളർഫുൾ, ഭയങ്കര ജിഞ്ചിനാക്കടി നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. നിങ്ങൾക്ക് കിട്ടിയ ഒരു വൈബ് എന്തായിരുന്നു? നിങ്ങൾക്ക് കിട്ടിയ ഒരു ഔട്ട്ലൈൻ? ഈ പറഞ്ഞ പോലെ തന്നെ കപ്ലിങ്ങില് ആക്ച്വലി എല്ലാം വരുന്നുണ്ട്. കോമഡിയും ഫണ്ണും ഈ മറ്റേ ചൈൽഡിഷ് പരിപാടികളും ചളി എല്ലാം വരുന്നുണ്ട്. നമ്മള് മനുഷ്യന്മാരാകുമ്പോ അതൊക്കെ ഉണ്ടാവല്ലോ. ആണല്ലേ? ഞാനോ? നിന്റെ ചളിയുള്ളത് അതില് കണ്ടിട്ടാണിരിക്കണല്ലേ. ഒരു എന്താ പറയാ കോമഡി ഫൺ റൊമാൻറ്റിക് ഡ്രാമ സാധനമാണ്. മലയാളത്തില് നമ്മള് ഞാനങ്ങനെ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു പരിപാടി കൂടുതൽ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ഇത് ആദ്യം കേട്ടപ്പോഴും അതായിരുന്നു എൻ്റെ ഒരു താല്പര്യം. കൊള്ളാലോ, ഇങ്ങനെ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ രസം ഉണ്ടാവും എന്നുള്ളത്. സോയ, ബാക്കി എന്താ നിനക്ക് പറയാനുള്ളത്? അങ്ങനെ വിളിക്കണം. ഞങ്ങളുടെ ഡയറക്ടറുടെ പേര് പ്രമോദ് മോഹൻ എന്നാണ്. പുള്ളി പറഞ്ഞ പോലെ ലളിതം സുന്ദരം പിന്നെ മാരിവില്ലിന്റെ പുള്ളി റൈറ്റർ ആയിരുന്നു ചെയ്തിട്ട്. പുള്ളിയുടെ പടങ്ങൾ കണ്ടാലും അറിയാം, കളർഫുൾ ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യനാണ്, ഭയങ്കര രസമുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് കപ്ലിങ്ങും വന്നിട്ടുള്ളത്. പുള്ളിയുടെ വൈഫ് ആണ് ഞങ്ങൾക്ക് കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്തത്. സോ ചേച്ചി ഈ പറഞ്ഞ പോലെ എനിക്ക് എന്ത് സ്യൂട്ടാവും, അവൾക്ക് എന്ത് സ്യൂട്ടാവും, ഇവർക്കൊക്കെ എന്ത് സ്യൂട്ടാവും എന്നുള്ളത് കറക്റ്റ് നോക്കി ആ ക്യാരക്ടറിനും ഞങ്ങളുടെ ഞാനെന്ന വ്യക്തിക്കും സ്യൂട്ടാവുന്നത് നോക്കിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. സോ ഈ സീൻസിന്റെ കോമ്പോസിഷൻ വന്നപ്പോൾ ക്യാരക്ടർ പെർഫോം ചെയ്യുന്നതും ഈ ഔട്ട്ലുക്കും ഒക്കെ കൂടി ബ്ലെൻഡ് ആയി വന്നു. അതാണ് ആ കളർഫുൾ ആയിട്ട് ഇരിക്കുന്നത്. ആക്ച്വലി നമ്മളിത് ഷൂട്ട് ചെയ്യുമ്പോഴും നല്ല രസമായിരുന്നു. ഭയങ്കര ഫണ്ണായിരുന്നു. എന്താ പറയാ, എല്ലാരും ഇവന്റെ ഞാൻ എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. ഒരു ജൂൺ മോണൊക്കെ ആയിരുന്നു തോന്നുന്നല്ലേ, ഏതാണ്ട് സെയിം ഏജ് ഗ്രൂപ്പ് ആൾക്കാര്, അതും റിസോർട്ടില്. ഏതാണ്ട് സെയിം ഏജ് ഒന്നല്ല, ആക്ച്വലി നമുക്ക് ഇതില് മറ്റേ ശരൺ എന്ന് പറയുന്ന ആളാണ് നമ്മളെ ആക്ടിങ് ട്രെയിനർ ആയിട്ട് പുള്ളി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇനീഷ്യൽ ഡേയ്സിൽ തന്നെ നമ്മളെല്ലാവരും നല്ല കമ്പനി, എല്ലാവരും നല്ല സെറ്റായി. പിന്നെ ദ ഹോൾ അറ്റ്മോസ്ഫിയർ ഓഫ് ദ ഷൂട്ട് വാസ് വെരി നൈസ്. എനിക്ക് അതിൽ ആഡ് ചെയ്യാൻ തോന്നി, ഷാരൻ ചേട്ടൻ്റെ വർക്ക്ഷോപ്പ് ആണെങ്കിലും എല്ലാവരും കൂടെ ഒന്ന് ജെല്ല് ചെയ്യാനും പിന്നെ സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻസ് അതൊക്കെ പ്രോപ്പർലി ഒരു സിനിമയുടെ ക്യാമ്പ് പോലെ തന്നെ നമ്മൾ ഇന്ന് ചെയ്തൊരു പരിപാടിയാണ്. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവും. അതൊരു ഭയങ്കര മെമ്മറീസ് ആയിരുന്നു സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ എന്ന് പറയുന്നത്. കാരണം ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് ഡയലോഗ്സ് പറഞ്ഞ് എല്ലാം ഈ പറഞ്ഞ പോലെ സോയ വിനീത് തമ്മിലുള്ള ബോണ്ട്, ഞാനും അഭയും തമ്മിലുള്ള ബോണ്ട്, ഇവര് തമ്മിലുള്ള ഇതൊക്കെ അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് അത് ഞാൻ പറഞ്ഞില്ല. സോ അതൊക്കെ അവിടെ നിന്നാണ് ക്രിയേറ്റ് ആയി വന്നത്. സോ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അവിടെ പോയി ആക്ടിങ് തുടങ്ങുക എന്നുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. ഓൾറെഡി എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് ഓരോരുത്തരുടെയും മൂഡ്. എനിക്ക് ഒരു കെ ഡ്രാമ കൈൻഡ് ഓഫ് പരിപാടി, ഒരു കളർഫുൾ കാര്യം. നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു പാറ്റേൺ ഒന്നുമല്ല. ഇപ്പൊ നമ്മൾ ആസ് എൻ ഓഡിയൻസ് ആണെങ്കിലും ഇപ്പൊ നേരത്തെ സർജാൻ പറഞ്ഞ പോലെ മലയാളത്തിൽ കാണുന്ന കുറെ കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എന്താ ഒരു നമ്മുടെ ഒരു മലയാളം കണ്ടന്റിന് ഇതിന്റെ അകത്തൊരു രസം വെച്ചാൽ ഇതിൽ ഈ പറഞ്ഞ കുറച്ച് ഓവർ ദ ബോർഡ് ഉണ്ട്, കുറച്ച് ഫണ്ണുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ്, ലവ്, ഇൻഫാക്ച്വേഷൻ, എന്താണ് മറ്റേ ഇൻഫിഡിലിറ്റി, അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ അതെ അങ്ങനെ എല്ലാ കൊഴുത്തരം ജീവിക്കായിരുന്നു താങ്കള്. ഒന്നില്ലെങ്കിൽ യു ആർ എ വണ്ടർഫുൾ ആക്ടർ. അല്ല, ഇവരിപ്പോ പറഞ്ഞല്ലോ ആക്ടിങ് വർക്ക്ഷോപ്പ് ഒക്കെ. അപ്പൊ ഞാൻ ഈ ഇതിലോട്ട് ഏറ്റവും ലാസ്റ്റ് വന്ന ഒരാളാണ്. അപ്പൊ ഇവരുടെ വർക്ക്ഷോപ്സ് ഒന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇവർ 3 പേരും തമ്മിൽ ഓൾറെഡി ജെല്ലായി ആ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. ഞാൻ ഷൂട്ടിന്റെ മുന്നേ കുറച്ച് ദിവസം മുന്നേ ഓഡിഷൻ ചെയ്തിട്ട് അങ്ങനെ വന്ന ഒരാളാണ്. അപ്പൊ ഫസ്റ്റ് ഡേ ഷൂട്ടിന് വന്നപ്പോഴാണ് ഞാൻ ഇവരെല്ലാരും കാണുന്നതും സ്ക്രിപ്റ്റ് വായിക്കുന്നതും ഒക്കെ. അപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവർ ഓൾറെഡി ഇവരുടെ ഇടയിൽ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ബോണ്ടും ഇവർ പരസ്പരം സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വന്ന എങ്ങനെയായിരിക്കും, എനിക്ക് ജെല്ലാവാൻ പറ്റുമെന്നുള്ളൊരു ടെൻഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഡേ എന്നെ ഐസ് ബ്രേക്ക് ചെയ്തു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പോൾ സർജും സമർത്ഥും വൈഷും എല്ലാവരും എന്നെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി. അവരുടെ ആ ഒരു പെട്ടെന്ന് വന്ന ഒരാളാന്നുള്ളൊരു ഫീലിംഗ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ എല്ലാവരും ജെല്ലായി. അടിപൊളിയായിരുന്നു ഷൂട്ടൊക്കെ. ഇത് ഈ ക്യാരക്ടർ പറയുമ്പോഴേ എല്ലാവരും അവനവന്റെ ക്യാരക്ടർ പറയണ്ട, വേറെ വേറെ ആൾക്കാരുടെ ക്യാരക്ടർ പറ. യു ചൂസ്.
സോനെ കുറിച്ച് പറയണമെങ്കിൽ സോനെ കുറിച്ച് പറയാം, മിലിയെ കുറിച്ച് പറയണമെങ്കിൽ മിലിയെ കുറിച്ച് പറയാം. മിലിനെ പറ്റി പറയാം, അതായിരിക്കും കുറച്ച് അത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ട്. പറ്റിയത് കുറച്ച് ബുദ്ധിമുട്ട്. എല്ലാവർക്കും പറഞ്ഞുതരാം. അപ്പൊ മിലിന്റെ ക്യാരക്ടർ കുറച്ചുകൂടെ ഭയങ്കര വൈബ്രന്റും ഭയങ്കര ഇങ്ങനെ ചാടി ചാടി നിൽക്കുന്ന ഇതുപോലെ തന്നെ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ അവൾക്ക് ഭയങ്കര ഒരു മിസ്റ്ററി ഉണ്ട്. എന്താണ് അത് കാണുമ്പോ മനസ്സിലാവും. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഈ നമ്മളെ സീരീസില് ഈ മിലിയും എന്റെ ക്യാരക്ടറും തമ്മിൽ നല്ല ഒരു ബോണ്ട് ഉണ്ടാവുന്നുണ്ട്. ബോണ്ട് എന്ന് പറയുമ്പോ ഇവിടെ മറ്റേ അതെ. സോ യാ ഒരു എന്താ പറയാ, നമ്മളെ ഒരു റഫ് ടൈമിൽ കൂടെ ഉണ്ടാവുന്ന ഒരാള് എന്നുള്ള പോലെയാണ് മിലിയുടെ ക്യാരക്ടർ എനിക്ക്. ഇനി അടുത്ത എന്നെ പറ്റി പറയാറില്ല. ഈ പറഞ്ഞ പോലെ മിലിക്ക് പാസ്റ്റിൽ ഭയങ്കര ട്രോമയൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ ഹൈഡ് ചെയ്ത് പുറത്ത് പ്രിറ്റൻഡ് ചെയ്ത് നടക്കുന്ന ഒരു കുട്ടിയാണ്. ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ പുറത്ത് ഈ പറഞ്ഞ പോലെ വരുന്ന ക്രൗഡിനെ, അവളുടെ ചുറ്റും ആരെങ്കിലും ഉണ്ടെങ്കിലും സറൗണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ ഭയങ്കര എന്താ പറയുക, ആ ഒരു മൂഡിലേക്ക് ലിഫ്റ്റ് ചെയ്ത് ഭയങ്കര ജോളി ആയിട്ട് നടക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അഭയനെ മീറ്റ് ചെയ്യുമ്പോൾ സ്പോട്ടിൽ തന്നെ അവൾ അങ്ങോട്ട് ഹിറ്റ് ചെയ്യാണ്. അതിനുള്ളൊരു ഗട്ട്സും കോൺഫിഡൻസും ഒക്കെ ഉള്ളൊരു കുട്ടിയാണ് ഈ മിലി. അപ്പോൾ അഭയ് അറ്റ് ദി സെയിം ടൈം ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ്. ആൾ ഫാഷൻ ഫോട്ടോഗ്രാഫർ ആണെങ്കിലും അത്ര ഇപ്പൊ മിലി അങ്ങോട്ട് ഹിറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ആൾ കുറച്ചൊന്നും ഇങ്ങനെ പിൻവലിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സാധനമാണ്. പക്ഷെ അറ്റ് ദി സെയിം ടൈം ഭയങ്കര പാവമായിട്ടുള്ള, ഭയങ്കര കൈൻഡ് ഹാർട്ടഡ്, ഒന്നും അതായത് അത്ര പാവമാണ്. പക്ഷെ ഒന്നും ആൾക്ക് പേടിയാ, പുറത്തെന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യാൻ പേടിയാ. ഇപ്പൊ അതുവരെ റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോ ആ ക്യാരക്ടർ കണ്ടിട്ട് അവര് ചെറിയൊരു പീപ്പിൾ പ്ലീസർ പോലെയാണ്, ബാക്കിയുള്ള എല്ലാവരെയും പ്ലീസ് അല്ലേ? അങ്ങനെയാണ് കുറെയൊക്കെ. അല്ല, ഇതിൽ ആൾക്കാരോട് ഫാമിലി പ്രശ്നം വരരുത്, കൺസിഡറേറ്റ് ആണ്. അതെ അതെ, നോ പറയാൻ പാടില്ല, കമ്പാഷൻ നോ പറയില്ല ആരുടെ അടുത്തും. അപ്പൊ എല്ലാരും അതെ അതെ അതെ, ആ വാക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് മിലിക്ക് പെട്ടെന്ന് തന്നെ ആളുടെ അടുത്ത് ആ ഒരു ഇൻഫാച്വേഷനും ഇഷ്ടമൊക്കെ തോന്നി. അങ്ങനെ പിന്നെന്താന്ന് പറയാൻ ഇല്ല, പിന്നെ നിങ്ങൾ കാണണം. സോയുടെ ക്യാരക്ടർ ഇപ്പൊ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോ ഈ പറഞ്ഞ എല്ലാവരുടെയും ക്യാരക്ടറിന് ഒരു മിസ്റ്ററി ഉണ്ട് ആക്ച്വലി ഇതിൻ്റെ അകത്ത്. അതിപ്പോ ഇയാളുടെ ആയിക്കോട്ടെ, മിലിയുടെ ആയിക്കോട്ടെ, ഇവന്റെ അഭയ ആയിക്കോട്ടെ, ഇപ്പൊ ഞാൻ ചെയ്യുന്ന വിനീത് ആയിക്കോട്ടെ, സോയ ആയിക്കോട്ടെ. സോയുടെ ഒക്കെ ശരിക്കും എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഈ പീപ്പിൾ പ്ലീസർ എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞേ, ഇയാൾക്ക് എനിക്ക് തോന്നിയിട്ടുള്ള സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു, ലൈക്ക് ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ അകത്ത്. ആൾക്ക് കൂടുതലും ഇപ്പം എന്താ, മറ്റുള്ളവർക്ക് എന്താ തോന്നുക, അയ്യോ ഞാൻ ഈ തീരുമാനം ഇങ്ങനെ എടുത്ത് എൻ്റെ വീട്ടുകാർക്ക് എന്താ തോന്നുക, അപ്പം എനിക്കിത് കുഴപ്പമില്ല, എനിക്ക് ഇൻഡിവിജ്വൽ ഡിസിഷൻ ഇല്ലാന്ന് എനിക്ക് തോന്നി. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. ആ സേഫ് കളിക്കുന്നതാണോ അതോ അങ്ങനെ ലൈക്ക് അപ്ബ്രിങ്ങിൽ അങ്ങനെ ആയതാണോ എന്ന് അറിയില്ല. ലൈക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്. അല്ല അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിന്റെ അകത്ത് പിന്നെ അത് വിനീതിനെ അന്താരാഷ്ട്ര കോഴി ആക്ച്വലി കോഴി എന്ന് പറയാൻ പറ്റില്ല. വിനീതിന് റിലേഷൻ ഉണ്ടായിരുന്നു. വിനീതിന് ഇപ്പൊ മിലിയെ കണ്ടപ്പോ മിലിയോട് ഒരു അട്രാക്ഷൻ തോന്നി. അതൊരു കോഴിത്തരമല്ല. അല്ല, കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം എന്താ പറയാ, എന്നെ പോലെ ഒരാള് കണ്ടു കഴിഞ്ഞാല് വിനീതിന്റെ ക്യാരക്ടറിന് പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നില്ല. വിനീതിന് അങ്ങനത്തെ ഒരു കാറ്റഗറി ഓഫ് പെമ്പിള്ളേരോടാണ് ഇഷ്ടം. അതായത് ഈ പറഞ്ഞ പോലെ ഭയങ്കര വൈബ്രന്റ് ആയി, ഭയങ്കര കമ്പനിയായി. സെലക്ടീവ് കോഴിയാണ് വിനീത്. നിങ്ങൾക്ക് ട്രോൾ വരാതിരിക്കാൻ നന്നായി പറയുന്നു. അതെ, വിനീത്. പക്ഷെ വിനീത് എന്ന് പറഞ്ഞാല് ഇതിലിപ്പോ ഈ 3 ക്യാരക്ടേഴ്സും, മിലി, അഭയ്, സോയ, ഈ 3 ക്യാരക്ടേഴ്സിനേക്കാളും ഏറ്റവും കൂടുതൽ ഇപ്പോ എന്താ പറയാ, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള തോട്ട്സ് ആയാലും അവരുടെ ആക്ഷൻ ആയാലും ഒക്കെ ഭയങ്കര, ഇപ്പോൾ ആൾക്ക് അറിയാം ഹി ഈസ് വെൽ പ്ലാൻഡ് അല്ലേ, നമ്മളെക്കാളൊക്കെ ഭയങ്കര പ്ലാൻഡ് ആയിട്ടുള്ളൊരു. ഇവരെന്ത് പറഞ്ഞാലും ഇങ്ങനെ പറയുന്നത്. ഓക്കെ,
സോ അടുത്തൊരു 10 വർഷത്തേക്ക് എങ്ങനെ ജീവിക്കണം, വളരെ അംബീഷ്യസ് ആയിട്ടുള്ള അംബീഷ്യസ് ആയിട്ടുള്ളതാണ്, പ്ലാൻഡും ആണ്. കാരണം അങ്ങനെ ഒരു ഫാമിലിയില് അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിൽ വളർന്ന ഒരാളാണ് വിനീത്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഒരു മോൻ ബിസിനസ് ആളുടെ ഒരു മോൻ. സോ വിനീത് ശരിക്കും പറഞ്ഞാല് ഇപ്പോ ഇങ്ങനെ ഇത്രയും ചിട്ടയായിട്ട് ജീവിക്കുന്ന ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ ഭയങ്കര ലേസി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. സോ വിനീത് എന്ന് പറയുന്നത് അങ്ങനെയല്ല. അതെ, സ്പോർട്സ്മാനും കൂടിയാണ്. അത് ഞാൻ ചോദിക്കാൻ വരായിരുന്നു. ഈ വിനീത് എന്നുള്ള ക്യാരക്ടർ ക്രിക്കറ്റർ ആയതുകൊണ്ട് താങ്കളെ വിളിച്ചതാണോ, അതോ താങ്കൾ ഓൺ ബോർഡ് വന്നത് കൊണ്ട് ക്രിക്കറ്റർ ആക്കി മാറ്റിയതാണോ? അത് പ്രമോദരനെ ആക്ച്വലി പറഞ്ഞിട്ട്, ഞാനും പ്രമോദരനും ആക്ച്വലി നമ്മുടെ ഡയറക്ടർ ആക്ച്വലി അടിപൊളി ക്രിക്കറ്ററാണ് പുള്ളി. സ്റ്റേറ്റ് ആണോ നാഷണൽ ആണോ ഓർമ്മയില്ല, ടേബിൾ ടെന്നീസ് പ്ലെയറും കൂടി കേട്ടോ. അപ്പോൾ പ്രമോദരൻ ഞങ്ങൾ നമ്മുടെ ഒരു സെലിബ്രിറ്റി ക്രിക്കറ്റ് ഫ്രട്ടേണിറ്റി ഉണ്ട്, അതിൽ ഒരുമിച്ച് വർഷങ്ങളായിട്ട് കളിക്കുന്ന. അപ്പോൾ ഈ ക്യാരക്ടർ വന്നപ്പോൾ പ്രമോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞാ, ഞാൻ ഇയാളെ എന്താക്കണം എന്ന് ആലോചിച്ചപ്പോൾ ഓക്കെ നിൻ്റെ ഒരു നാച്ചുറൽ ട്രേറ്റ് ആണ് നിൻ്റെ ക്രിക്കറ്റ് കളി, അപ്പോൾ ആ ക്രിക്കറ്റിനെ ഇങ്ങോട്ടേക്ക് ഇട്ടുമെന്ന് പറഞ്ഞു സ്ക്രിപ്റ്റിൽ ഡിസ്കസ് ചെയ്തപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ക്രിക്കറ്റ് കളിച്ചതിൻ്റെ ഒരു ഗുണം ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ ആക്ച്വലി ക്രിക്കറ്റിൻ്റെ ഷോർട്സും പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ ഫൺ പരിപാടിയുണ്ട്. അതെ 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 അതെ, അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ക്രിക്കറ്റ് കളിച്ചത് കൊണ്ട് വിനീത് ക്രിക്കറ്റർ ആയി എന്ന് വേണേൽ പറയാം. ആ ക്യാരക്ടർ അങ്ങനെ ഷേപ്പ് ചെയ്തു, റീഷേപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞതിലൊരു സത്യമുണ്ട് അല്ലേ, ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് യു ആ ക്യാരക്ടർ കുറെയൊക്കെ ക്രിക്കറ്റർ ആയി പോയത് അല്ലേ? ഒബ്വിയസ്ലി ഒരു ആക്ടറിനെ ഒരു ഡയറക്ടറോ റൈറ്ററോ ചൂസ് ചെയ്യുമ്പോൾ, റൈറ്റർ ഞങ്ങളുടെ ഫ്രണ്ട് ഋഷി കേട്ടോ, അപ്പോൾ അവർ ചൂസ് ചെയ്യുമ്പോൾ അയാളുടെ റിയൽ ലൈഫ് ട്രേറ്റ്സിൽ നിന്ന് എന്തൊക്കെ എടുക്കാൻ പറ്റുന്നവിടെ നോക്കുമല്ലോ. ലൈക്ക് ഓക്കെ അയാൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം ക്രിക്കറ്റ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ക്രിക്കറ്റർ അല്ലാത്ത ഒരാൾ ക്രിക്കറ്റ് കളിക്കുന്ന പോലെ നമ്മൾ എത്ര കാണിക്കാൻ നോക്കിയാലും അതിൻ്റെ ഒരു ഓക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഇപ്പോൾ ശ്രീശാന്തും സച്ചിൻ ബേബി ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്, ലൈക്ക് ഞാൻ റെസ്പെക്റ്റോടെ കാണുന്ന ഫ്രണ്ട്സ്, ചേട്ടന്മാരാണ്. അപ്പോൾ അവരുടെ കുറേ ട്രേറ്റ്സ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് എൻ്റെ ഇൻട്രാക്ഷനിൽ എനിക്ക് മനസ്സിലായി. കാര്യം ഇവർക്കൊക്കെ ഈ ക്രിക്കറ്റേഴ്സിന് കുറച്ച് ഹിന്ദി ഉണ്ട്, അപ്പോൾ കുറേ അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് കുറച്ച് സാധനങ്ങൾ ഞാൻ അങ്ങനെ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇപ്പോൾ ശ്രീബായിടത്തൊക്കെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഗ്രൗണ്ടിലെ ഒരു ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്, പക്ഷെ പേഴ്സണലി ഇവർ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ ഇവർ സംസാരിക്കുമ്പോൾ ഭയങ്കര ജെം ഓഫ് എ പേഴ്സൺ എന്നൊക്കെ പറയുന്നല്ലേ. പിന്നെ ഈ ക്രിക്കറ്റേഴ്സൊക്കെ ഇവിടുന്ന് നമ്മളെ ഒരു ലെവലിൽ എത്തുമ്പോൾ എങ്ങനെയുള്ള ഹിന്ദി ഇവർക്കറിയാം. അപ്പോൾ ചില വാക്കുകൾ ഇങ്ങനെ ഹിന്ദി ഇവർക്ക് വരും, അപ്പോൾ അത് സംസാരത്തിൽ വരും. പിന്നെ ദ വേ ദ ക്യാരി ദംസെൽഫ്. ഇപ്പോൾ ഒന്നാമത് ഇവർ ടാറ്റു ഒക്കെ ചെയ്ത് നടക്കുമ്പോൾ ലൈക്ക് ഭയങ്കര സ്റ്റൈലിഷ് ആണ്. ലൈക്ക് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ഫിലിം സ്റ്റാർസിനെ പോലെ തന്നെ സെലിബ്രേറ്റഡ് ആണ് സ്പോർട്സ്മെൻ, പ്രത്യേകിച്ച് ക്രിക്കറ്റേഴ്സ്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഇപ്പോൾ ഡ്രസ്സ്, അപ്പോൾ എനിക്ക് എൻ്റെ ഫിറ്റ്നസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ തോന്നുന്നു ഈ സീരീസിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ നടന്നു. ഫിറ്റ് ആയിരുന്നു, പക്ഷെ കുറച്ചുകൂടെ ആക്കേണ്ടി വന്നു. രസമായിരുന്നു. എല്ലാവരും അതായത് ക്രൂ മൊത്തമായി നോക്കിയത്. ഷോട്ടൊക്കെ എടുക്കുന്നതിന്റെ മുന്നേ 10 പുഷപ്പ് ഒക്കെ അടിച്ച് ബോഡിയൊക്കെ സെറ്റ് ആയിട്ട് ആ ഷോട്ടിന് വരിക, അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ സമരത്ത് ഇപ്പൊ പറഞ്ഞപ്പോ ആളുടെ ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആണ് ഞാൻ കണ്ടത്. ഇപ്പൊ ഞാനൊക്കെ എൻ്റെ ഫസ്റ്റ് ഫിലിം കഴിഞ്ഞിട്ട് പിന്നീട് ചെയ്യുന്ന ഒരു ത്രൂ ഔട്ടുള്ള ഒരു നല്ലൊരു ക്യാരക്ടർ ഇതായിരുന്നു. അപ്പൊ ഞാൻ വന്നതിന് സമരത്തിന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ കണ്ടു പഠിച്ചിട്ടുണ്ട്. ആള് ഷോട്ട് എടുക്കുന്നതിന്റെ മുന്നേ ഇപ്പൊ ഞാനൊക്കെ പറഞ്ഞ ഷോട്ടിന് മുന്നേ ലൈൻ വായിക്കും, ആക്ഷൻ പറയുമ്പോൾ അഭിനയിക്കും, അത്രേ ഉള്ളൂ. സമർത്ത് ഒരു 10-15 മിനിറ്റ്സ് മുന്നേ നമ്മുടെ അടുത്തുനിന്നൊക്കെ മാറി നിന്ന് ഹെഡ്ഫോൺസ് വെച്ച് എന്ത് മൂഡാണോ അടുത്ത ഡയലോഗ് പോകുന്നത് അതിനനുസരിച്ചൊരു പാട്ടൊക്കെ വെച്ച് ആ പാട്ട് കേട്ട് മൊത്തത്തിൽ ആൾ ഇന്നാവും. ഭയങ്കര എന്താ പറയുക, ആ ക്യാരക്ടറിലോട്ട് അത്രയും ഡെഡിക്കേഷനും പാഷനേറ്റ് ആയിട്ട് പാട്ടൊക്കെ കേട്ട് ഇന്നായിട്ട് നമ്മൾ ആരും സംസാരിക്കാൻ പോയിരുന്നു. ഞാനൊക്കെ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ക്യാരക്ടറിലാണെന്ന് പറയും. എന്നിട്ട് ക്യാരക്ടറിലായി അത് കഴിഞ്ഞിട്ട് പിന്നെ ആളെ ക്യാരക്ടറിന് പുറത്തിറങ്ങുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഞാൻ സമ്പത്തിന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. എന്താ പറയാളെ അപ്ലൈ ചെയ്തായിരുന്നു. അതെ, വെരി ഇൻസ്പയറിംഗ്. ഇടയ്ക്ക് ആൾക്ക് പാട്ട് കിട്ടാതെ ഇങ്ങനെ പ്രാന്തായിട്ട് നടക്കും. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഈ പാട്ട് പറഞ്ഞു കൊടുക്കും, ഈ പാട്ട് ഇട്ടാ ഓക്കെ ആവും. ബീച്ചിൽ നിൽക്കുമ്പോ ആള് ഭയങ്കര തൊപ്പിയൊക്കെ വെച്ച് ബീച്ചിൽ ഒരു ഗോവ മൂഡിൽ നിൽക്കുക. അപ്പൊ ആൾക്ക് പാട്ട് കിട്ടുന്നില്ല ക്യാരക്ടറിൽ വരാൻ. ടേക്ക് എടുക്കണ ആള് എടുക്കാൻ റെഡിയല്ല. എന്നിട്ട് ഞാൻ പാട്ട് പറഞ്ഞു കൊടുത്ത് അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ബേസിക്കലി ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഇതിനോട് പാഷൻ ഉള്ളതുകൊണ്ടാണല്ലോ ഇറങ്ങി തിരിച്ചത്. അപ്പൊ ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിച്ചിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു നല്ലൊരു പരിപാടി കിട്ടണം. അപ്പൊ എനിക്ക് ഐ എം മോർ ദാൻ വില്ലിംഗ് ടു വർക്ക് ഫോർ ഇറ്റ്. അപ്പോൾ പിന്നെ ഇതിന്റെ ഒരു ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ എന്റെ പ്രോസസ്സ് എങ്ങനെ, അത് ഈ വർക്ക് നല്ല എല്ലാത്തിലാണേലും ഋതം ഭയങ്കരമായിട്ട് എനിക്ക് അല്ല ശരിയാ. നമ്മള് ചിലപ്പോ പറയൂല്ലോ, നമ്മൾ ഈ ഹൊറർ സിനിമയൊക്കെ വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സീൻ കിട്ടുമ്പോൾ അതിന്റെ ഋതം നമ്മൾ പിടിക്കുമല്ലോ. അപ്പൊ ഡയലോഗിന് അതിന് എത്ര സമയം ഉണ്ട് ആ സീനിൽ, അതിൽ എത്ര സമയം കൊണ്ട് നമുക്ക് ഡയലോഗ് പറയാം. അപ്പൊ അതിനൊരു ഋതം എനിക്ക് വർക്ക് ചെയ്യുന്ന പരിപാടിയാ.
ഭയങ്കര സങ്കടം വന്നിരിക്കുമ്പോ സങ്കടം വരാൻ ഏത് പാട്ട് കേൾക്കാം? അതായത് ഇപ്പൊ ഒരു ഭയങ്കര ഇമോഷണൽ പരിപാടിയാണ് പിടിക്കാനുള്ളത്. ഞങ്ങളുടെ ഒരു ആക്ച്വലി ഡയലോഗ് ഭയങ്കര മിനിമൽ ആയിട്ടുള്ള സീനാണ്. നമ്മള് ഇവര് രണ്ടുപേരും ബീച്ചിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ നടന്ന് റൂമിലേക്ക് പോകുന്ന ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അതില് നൈറ്റ് റിസോർട്ട്, അതെ. അപ്പൊ അതില് ആക്ച്വലി എനിക്ക് മറ്റേ ചെരാതുകൾ പാട്ടില് നമ്മളിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാത്തിലും ലൈഫിൽ എപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുണ്ടാവുമല്ലോ. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പിന്നല്ല വേറെ ആരില്ലൂ നമ്മുടെ സിനിമയിൽ. ഇപ്പൊ ആദ്യത്തെ സിനിമയെ പറ്റി പറഞ്ഞോണ്ടേ, മധുരത്തിലെ മറ്റേ ക്ലൈമാക്സ് സീൻ ഉണ്ടല്ലോ, ജോജി ചേട്ടന്റെ ക്ലൈമാക്സ് അല്ല, ഹോസ്പിറ്റൽ സീന്, അത് ഭയങ്കര സംഭവം സീനാണല്ലോ പുള്ളി അവിടെ കിടന്ന് കാണിക്കുന്നത്. നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര, അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻ തോന്നുന്ന ഒരു സാധനം. ഇത് നേരിട്ട് കണ്ട ഒരാളാണല്ലോ. എന്തായിരുന്നു അതിന്റെ ഒരു BTS? എന്തായിരുന്നു? എന്റെ ആദ്യത്തെ പടമാണല്ലോ, അപ്പൊ എനിക്ക് സിനിമയെ പറ്റി ഒരു ഐഡിയ ഇല്ല, ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആ സെറ്റില് പക്ഷെ കൊറോണയുടെ സമയത്തായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെരി മിനിമൽ ക്രൂ ആയിട്ടുള്ള സെറ്റപ്പ് ആയിരുന്നു. അത് ഒറിജിനൽ ഹോസ്പിറ്റലായിരുന്നു. അതിന്റെ ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ ഇതുപോലെ ഷൂട്ടിന് വേണ്ടി എടുത്ത് ഷൂട്ട് ചെയ്തായിരുന്നു. ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് പറയാം, ആ സീൻ ഞാൻ ഷൂട്ടിന്റെ സമയത്ത് നേരിട്ട് കണ്ടിട്ടില്ല. ഇല്ല, എനിക്ക് എന്റെ സീൻ കഴിഞ്ഞു, ഞാൻ വീട്ടിൽ പോയി, അതിന്റെ ക്ലൈമാക്സ് അങ്ങനെയാണെന്നോ ഒന്നും ഐ ഹാവ് നോ ഐഡിയ. സിനിമ കണ്ടപ്പോഴാണ്, പ്രിവ്യൂവിന് പോയപ്പോഴാണ് ഞാനും ആ സീൻ കാണുന്നത്. അന്ന് ഞാൻ ഫുൾ കരഞ്ഞ് ഭയങ്കര, എനിക്ക് ഇങ്ങനെ ഒരു ക്ലൈമാക്സ് അതിലുണ്ടെന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഭയങ്കര, ഇപ്പോഴും ആൾക്കാർ എന്റെ വേറെ സിനിമകൾ ഉണ്ടെങ്കിലും എന്നെ മധുരത്തിലാണ് ആൾക്കാർ, മധുരത്തിൽ അഭിനയിച്ചതിനാണ് ഇപ്പോഴും റെക്കഗ്നിഷൻ കിട്ടുന്നതും നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നതൊക്കെ. അതേ സെയിം ക്വസ്റ്റ്യൻ ഐ ഹാവ് ടു ആസ്ക് യു. കാരണം കിഷ്കിന്ധാകാന്ഡത്തിലെ സീൻ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഇപ്പൊ എനിക്കൊരു കുട്ടിയുണ്ട്, ഞാനപ്പോ എന്നിരുന്ന് തിയേറ്ററിൽ ഇത് കാണുമ്പോഴല്ലോ നമുക്കങ്ങ് ഭയങ്കര പെയിൻ വരും. ഹൗ ഡിഡ് യു ഡു ഇറ്റ്? അതുപോലെ ആസിഫിന്റെ മറ്റേ പ്രവീന്ന് വിളിച്ചിട്ട് വരുന്ന വരവൊക്കെ ഉണ്ടല്ലോ, അതുമൊക്കെ ആ മൊത്തം സീനിൽ അവിടെ എന്താ നടന്നത്? മാജിക് ലിറ്ററലി. ബിക്കോസ് ആ സീൻ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ദിവസം എല്ലാവർക്കും അറിയായിരുന്നു ഈ സീൻ എടുക്കാൻ പോകുന്നതെന്ന്. ഒരു ഹോൾ ക്രൂ ഒരു 100 പേരുണ്ടെന്ന് വിചാരിക്കാം. രാവിലെ തൊട്ട് എല്ലാവരും ഈ ഒരു മരിച്ച വീട്ടിൽ നിൽക്കുന്ന മൂകതയില്ലേ, അതുപോലെയായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്തു. ആരും അനാവശ്യമായിട്ട് സൗണ്ട് ഉണ്ടാക്കേ. ഇപ്പൊ ഞാൻ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ്, എന്റെ മേക്കപ്പ് അതിൽ കണ്ടതാണല്ലോ, എനിക്കൊരു 3 to 4 hours മേക്കപ്പ് ഉണ്ടായിരുന്നു അതില്. അതെ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് കയറി വരുമ്പോ ഇവിടെ ആരും മിണ്ടുന്നില്ല. അതായത് ഇതൊക്കെ ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്യുന്ന, ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്യുന്ന സൗണ്ട് അല്ലാതെ ആരും സംസാരമൊന്നും കേൾക്കുന്നില്ല. എന്നിട്ട് ഞങ്ങൾ ആ റൂമിൽ പോയിരുന്ന് അവിടെയും ഭയങ്കര സൈലൻസ് ആയിരുന്നു. നമുക്കൊരു പ്രാക്ടീസ് ഒരു വട്ടം ഒന്ന് ചെയ്തു നോക്കാന്ന് പറഞ്ഞ് നോക്കി. അപ്പോൾ ക്യാമറമാൻ മാത്രമേ കൂടെ ഉണ്ടായുള്ളൂ. ബാഹുലാണ് റൈറ്റർ. ബാഹുൽ ഉണ്ടായിരുന്നു, ഞാനും ആസിക്ക് ഉണ്ടായിരുന്നു. ഈ പയ്യൻ അവൻ വന്നപ്പോട്ട് അവൻ അങ്ങനെ തന്നെ കിടക്കുക. അവനാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. ബിക്കോസ് അവനൊന്നും അല്ലെങ്കിൽ ഇവിടെ പോവും. അത്ര ചെറിയ കുട്ടിയാണല്ലോ. പക്ഷെ അവന് ഏറ്റവും അടിപൊളിയായിട്ട് അവനാണ് ഞങ്ങൾ കൈയടിച്ചത്. അവൻ അതുപോലെ തന്നെ ഇങ്ങനെ അനങ്ങാതെ എടുക്കാൻ മരിച്ചു എന്നുള്ളൊരു, അവൻ ആ സീരിയസ്നെസ് ഉൾക്കൊണ്ടിട്ട് അവനത് ചെയ്തു. സോ അങ്ങനെ എൻറ്റയർ ക്രൂ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഈ സിനിമ കഴിഞ്ഞിട്ട് ഇത് തിയേറ്ററിലൊക്കെ ഇറങ്ങി കഴിഞ്ഞത്, ഇപ്പോൾ OTT-ലൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറെ റിവ്യൂസും ഇതൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ ആളുകൾ ആരെങ്കിലും പറഞ്ഞൊരു കമന്റ് ഒട്ടും മറക്കാൻ പറ്റാത്തൊരു സാധനമൊക്കെ ഓർമ്മയുണ്ടാവും? ഒട്ടും മറക്കാൻ പറ്റാത്തത് അല്ലല്ല, അതെന്റെ അമ്മ തന്നെയാ പറഞ്ഞത്. കാരണം അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം. അമ്മ 2-3 വട്ടം പടം കണ്ടിട്ടും അമ്മ 3 വട്ടം കരഞ്ഞു. ഷൂട്ടിന്റെ ടൈമിൽ ഇവിടെ കട്ട് വിളിച്ചപ്പോഴും കട്ടൊക്കെ പറയുന്നത് പതുക്കെയാ. കാരണം ആർക്കും സൗണ്ട് ആരും വരുന്നില്ല. ഞാൻ പുറത്തു പോയി നോക്കുമ്പോൾ എൻ്റെ അമ്മ അവിടെ ഇരുന്നും കരയുക, ഈ മോണിറ്ററിന് അവിടെ ഇരുന്നിട്ടും കരയുക. സോ ഞാനത് ഈ പടം കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് അമ്മ ചോദിച്ചതാണ്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്ക് കുട്ടികളൊന്നുമില്ല. അമ്മയ്ക്കറിയാം ഒരു കുട്ടി നഷ്ടപ്പെട്ടാലുള്ള വേദന ഒരു അമ്മയ്ക്ക് മനസ്സിലാവും. എൻ്റെ മോന് നിനക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റിയെന്ന്. കാരണം അമ്മയ്ക്ക് അത് അത്രയും ഫീൽ ആയിട്ടുണ്ട് നമ്മൾ ചെയ്തെങ്കിൽ അവിടെ അതിന്റെ സക്സസ് അതാണല്ലോ. സോ എനിക്ക് തോന്നുന്ന അമ്മയുടെ ഒരു കമന്റ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ മുകളിലേക്ക് പോയിട്ടില്ല. സത്യം. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി നമ്മള് 4 years കാണുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. 4 years എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ. എനിക്ക് അവരുടെ തമ്മിലുള്ള റിലേഷനും വിശാലിന്റെ ക്യാരക്ടറും ഒക്കെ അത് എവിടേക്കോ കണ്ടിട്ടില്ല. അറിയും വിശാല് ഭയങ്കര മൾട്ടി ടാലന്റഡ് ആണല്ലോ. ആൾക്ക് ആണുമ്പോ ഒരു ഭയങ്കര കുഴപ്പനായിട്ട് തോന്നുമെങ്കിലും പുള്ളി ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള മനുഷ്യൻ. എല്ലാ കോളേജിലും ഉണ്ടോ അങ്ങനെ ഒരു ഒരാളുണ്ടാവും. എവിടെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഭയങ്കര പഴയൊരു വിശാലായിരുന്നു. അല്ലേ, പാട്ട് പാടും, ഗിറ്റാർ വായിക്കും, പിന്നെ ആള്
സിനിമ ഡയറക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ സർജാനൊക്കെ അതർ ദാൻ ആക്ടിങ് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി എന്താ? എനിക്കിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതാണ് ഞാൻ ഇങ്ങനെ മാറി മാറി ആക്ച്വലി എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര സ്പോർട്സിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. ബാഡ്മിന്റൺ നന്നായിട്ട് കളിക്കുമായിരുന്നു, ഫുട്ബോൾ കളിക്കും, പിന്നെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു, ഫുട്ബോൾ കളിക്കുമായിരുന്നു. ആദ്യം ബാഡ്മിന്റൺ പ്ലെയർ ആവുന്നായിരുന്നു. ടീമിലൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ശരിക്കും ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് ഇങ്ങനെ ബാഡ്മിന്റൺ പ്ലെയർ ആവണം. ആദ്യം ടാക്സി ഡ്രൈവർ ആയിരുന്നു. എനിക്ക് വണ്ടീന്റെ അകത്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ചെറുപ്പം തൊട്ട് അതായിരുന്നു ആഗ്രഹം. പിന്നെ ഇങ്ങനെ മാറി മാറി പിന്നെ ബാഡ്മിന്റൺ ആയി, പിന്നെ അത് ക്രിക്കറ്റ് ആയി, അത് കഴിഞ്ഞ് പിന്നെ ഫുട്ബോളായി. പക്ഷെ കറന്റ്ലി ഇപ്പൊ എന്താണ്? ഇപ്പോഴോ ഇപ്പൊ എന്റെ ആഗ്രഹം ഈ ചെയ്യുന്ന ജോലി കുറച്ചുകൂടെ വൃത്തിയായിട്ട് ചെയ്യാന്നുള്ളതിലാണ്. ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഈ സീരീസ് കണ്ടപ്പോഴേ കംപ്ലീറ്റ് കണ്ടപ്പോഴേ മലയാളം ഹാസ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. ഡയലോഗ് ഡെലിവറിയിൽ ജൂണിലൊന്നും കണ്ട മലയാളേ അല്ലേ ഇപ്പൊ. മലയാളം നല്ല ഫ്ലൂലായി തുടങ്ങിയിട്ടുണ്ട്. അതിനു വേണ്ടി പണിയെടുക്കണ്ടോ? കോൺഷ്യസ് എഫേർട്ട് എടുക്കണല്ലോ. സത്യം, അത് നന്നായിട്ടുണ്ട്. അതല്ലാണ്ട് വേറെന്താ ചെയ്യാ? അതർ ദാൻ ഈ ആക്ടിങ്ങിൽ നമ്മൾ അപ്ഡേറ്റഡ് ആവാൻ വാട്ട് ഡു യു ഗൈസ് ഡു? എനിക്ക് റീഡിങ് ഹാബിറ്റ് കുറവാണ്. ഇപ്പൊ കുറച്ചുകൂടെ റീഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറെ സിനിമകൾ കാണാന്നുള്ളതാണ്. ഞാൻ സിനിമയിലോട്ട് വരുന്നത് ഭയങ്കര എന്താ പറയാ ആക്സിഡന്റിലാണ്. ലൈക്ക് ഇറ്റ് വാസ് നോട്ട് പ്ലാൻഡ്. അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ സീരിയസ് ആവണേ എന്റെ കരിയറിന്റെ കാര്യത്തില്. ഏത് സിനിമയ്ക്ക് ശേഷം 4 years കഴിഞ്ഞിട്ടാണോ അതോ എന്നിവർ കഴിഞ്ഞിട്ടാണോ സീരിയസ് ആവണതോ? അല്ല, അത് ത്രൂ ഔട്ട് പ്രോസസ് പതുക്കെ. കാരണം ആദ്യം സിനിമയിലോട്ട് വന്നപ്പോ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു എൻട്രി. ഭയങ്കര കുറെ ആൾക്കാർ കഷ്ടപ്പെട്ട് ട്രൈ ചെയ്തിട്ട് പോലും കിട്ടാത്തത് ഞാൻ ഒരു ഓഡിഷന് പോയപ്പോ എന്തോ ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയതാ. അത് നല്ലൊരു സിനിമയായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ എന്റെ ഇനീഷ്യൽ തോട്ട് പ്രോസസ് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാല് ഇതിങ്ങനെ ഓരോ സിനിമ കഴിഞ്ഞ് പഠിക്കും എന്നായിരുന്നു. ഓരോ സിനിമയിലൂടെയാണ് ഇങ്ങനെ ആക്ടിങ് പഠിക്കാന്നുള്ളായിരുന്നു. പിന്നെ നമ്മള് ഈ പുറമെ ആരും പ്രിപ്പയർ ചെയ്യുന്നൊന്നും കാണില്ലല്ലോ. നമ്മളെ ബാക്കിയുള്ള ഇപ്പൊ ഫിലിമിലുള്ള ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും ഇവരൊന്നും പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ കാണില്ല. അപ്പൊ നമ്മളെ ഇത് നാച്ചുറലി വന്നോളും എന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായതില്ല, നല്ല പണിയെടുക്കണം, അതിന് നല്ല ഹോംവർക്ക് വേണമെന്ന് പിന്നെയാണ് റിയലൈസ് ചെയ്തത്. ഞാൻ കുറച്ചുകൂടെ ലേസി ആയിരുന്നു. ഇപ്പൊ അതിൽ നിന്നൊക്കെ മാറി ആ പണിയെടുക്കാനുള്ള ഒരു സാധനമുണ്ട്. വാട്ട് വർക്ക്സ് ഫോർ മീ സിനിമ ആണ്. ഈ ബാക്കിയുള്ള ഇപ്പൊ ആക്ടേഴ്സിന്റെ അവരുടെ ഇന്റർവ്യൂസും ഈ സാധനങ്ങളൊക്കെ കാണും. ബുക്സ് വായിക്കുന്ന പറഞ്ഞാൽ കുറേ ഒന്നുമില്ല കേട്ടോ, ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ ഒരു പ്രോസസ്. ആൻഡ് സിനിമകൾ കുറെ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് കുറെ സിനിമകൾ കാണുമ്പോൾ നമ്മൾ കുറെ പഠിക്കുകയും ചെയ്യും. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കാണുന്നതില്ലേ, അതായത് ഈ പാഷൻ ഇങ്ങനെ ഭയങ്കര കേറി നിൽക്കുമ്പോ ഒരു ദിവസം ഏതെങ്കിലും ഒരു സാധനം കണ്ടാൽ ഞാൻ സെറ്റ് ആണെന്ന് തോന്നി അങ്ങനെ കാണുന്ന സിനിമ ഏതാ? അങ്ങനെ എനിക്കൊരു ഒരൊറ്റ സിനിമ ഇല്ല. ഇത് ഭയങ്കര ഞാൻ കൂടുതൽ സിനിമകൾ റിപ്പീറ്റ് വാച്ച് ചെയ്യാറില്ല. എനിക്ക് ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ കണ്ടോണ്ടിരിക്കാൻ എനിക്ക് തോന്നൂല. അത് പിന്നെ ആക്സിഡന്റലി അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഓണായി കാണാന്നല്ലാതെ. കേസിലല്ല, ആദ്യം നമ്മൾ കാണുമ്പോ സിനിമ നമ്മള് ജസ്റ്റ് ഔട്ട്ലൈൻ പോലെ കാണാനുള്ളൂ. രണ്ടാമത് കാണുമ്പോ ഇതിന്റെ കൂടുതൽ നമ്മൾ അത്രയും നേരം കാണാത്ത സാധനങ്ങൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കണ്ടാലും കാണാൻ പറ്റും. ഇറ്റ് ആക്ച്വലി ഹെൽപ്സ്. ഈ ലാലേട്ടന്റെ അടുത്ത് മറ്റേ സാധനം പറയണ്ടല്ലോ, എന്റെ സുന്ദരനല്ലേ ഇത്, ഇപ്പൊ അത് കറക്റ്റ് ഭയങ്കര സുന്ദരനായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ അടുത്ത് എങ്ങാനും കണ്ടായിരുന്നോ? ഇല്ല, അത് ലിറ്ററലി അങ്ങനെ തന്നെ പറയാൻ പറ്റുന്ന അവസ്ഥയിലാണോ? ഒരു രക്ഷയില്ലാണ്ട് ഭംഗിയായി പോയി അടുത്ത്. ഞാൻ ഭയങ്കര ആത്മാർത്ഥ കാര്യശരിയായിട്ട് കുറെ ട്രോളൊന്നുണ്ട്, പക്ഷെ ഞാനതല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ ലാലേട്ടന് ഇപ്പൊ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടുണ്ടോ, ഇതൊന്നും പറഞ്ഞ വിഷയം അല്ല. ഞാൻ പറഞ്ഞ ഇപ്പൊ പണ്ടത്തെക്കാളും ഭംഗിയായ പോലെ ഇപ്പൊ ഭയങ്കര സുന്ദരനായിട്ടല്ലോ. അത് പറയാനൊരു ചാൻസ് ഉണ്ടല്ലോ. മറന്നോണ്ടിരിക്കുന്നു. അല്ല, ആ പടത്തിൽ എന്താ അറിയോ, ഒന്നാമത് ഞാനല്ല എനിക്ക് ഡബ് ചെയ്ത്, അപ്പൊ അത് കണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശരിയാ ശരിയാ ശരിയാ. അല്ലേലും ഡയലോഗ് അത് തന്നെ ആയിരിക്കും.
മനു. I didn't mean it. ഞാനത് troll സാരമില്ല, no problem. ഇപ്പൊ ഈ ഓഡീഷന്റെ കേസ് പറയുമ്പോഴേ ഒരുപാട് ഓഡീഷൻസ് ട്രൈ ചെയ്തിട്ടുണ്ട്. സമയത്ത് ട്രൈ ചെയ്തിട്ടുണ്ട് ഓഡീഷൻസിന്. ഈ ഓഡീഷൻ ക്രാക്ക് ഇപ്പോഴും അത് ട്രൈ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഈ മൂവി എന്ന് പറയുന്ന സാധനത്തിനോട് അത്രയും പാഷനേറ്റ് ആയിട്ട് ഒരു ചാൻസ് കിട്ടാൻ നടക്കുന്ന ആളുകളുണ്ടല്ലോ. എന്താ പറയാ ഈ ഓഡീഷൻ ക്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഓഡീഷനെ കുറിച്ച് ചോദിക്കുമ്പോ എന്താ പറഞ്ഞു കൊടുക്കുക? ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് ഞാൻ എന്റെ ഫസ്റ്റ് പടം പ്രേമമാണ്. പ്രേമത്തിലുണ്ട് ഞാൻ നിവിൻ ചേട്ടന്റെ ഒക്കെ ക്ലാസ്മേറ്റ് ആയിട്ട് ചെറിയ കണ്ടിട്ടില്ല. നല്ല രസമുണ്ട്. അറിയോ ഞങ്ങളെ കണ്ടു. ഇനി മലരെ പാട്ട് കാണുമ്പോ നോക്കിയാൽ ഇതയാളല്ലേ. ഓക്കെ, നോക്കണം. അതെ അതെ, അതിന്റെ ഇടയ്ക്ക് ചായ കുടിക്കാൻ അടുക്കളയിൽ പോരുത്. ഓക്കെ, അല്ല ജോക്സ് പാട്ട് ഞാൻ അതില് ഞങ്ങക്ക് മറ്റേ കോളേജ് സീൻസ് ആയിരുന്നു. അപ്പോൾ അതിന് മുമ്പ് അൽഫോൺസ് ചേട്ടൻ അതിന് മുമ്പ് നമ്മളെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് ഇന്നും അൽഫോൺസ് ചേട്ടൻ പറഞ്ഞൊരു സാധനം ഭയങ്കരമായിട്ട് ഓർമ്മയുണ്ട്. അന്ന് എനിക്കൊന്ന് ഡ്രാഗൺ അങ്ങോട്ടായിരുന്നു ക്യാമറ വെച്ചിട്ടായിരുന്നു റിഹേഴ്സൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ബാക്കിൽ ബെഞ്ചിരിക്കുക, അൽഫോൺസ് ചേട്ടൻ ഫ്രണ്ടിൽ നിന്ന് എല്ലാവരും പറയാ ഇത് ക്യാമറയാണ്. പുള്ളിയുടെ ഒരു ടോൺ ഉണ്ടല്ലോ, ഇത് ക്യാമറ, ഇത് നിങ്ങളെ ഭംഗിയിൽ പിടിക്കാനാണ് വെക്കുന്നത് ഇവിടെ. അപ്പൊ നിങ്ങൾ ഇതിനെ പേടിക്കണ്ട, നിങ്ങളുടെ ഏറ്റവും നല്ല ഫ്രണ്ടാണ്, ഒരു ആക്ടറിന്റെ ഫ്രണ്ടാണ്. ലൈക്ക് അൽഫോൺസ് ചേട്ടൻ ആ പറഞ്ഞ വാക്ക് ലൈക്ക് ദിസ് ഹാപ്പൻ ഇൻ 2014 ഇപ്പൊ താൻ പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന കാര്യം അതാ. അപ്പൊ അത് ഇപ്പൊ ക്യാമറ ഫിയർ എന്ന് പറഞ്ഞാൽ അത് ഇത് ഒറ്റയടിക്ക് മാറുന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ക്യാമറയാണ് നമ്മളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന കണക്ടിങ് ഫാക്ടർ. അപ്പൊ അത് ചില സമയത്ത് അത് ക്യാമറ ആയിരിക്കും, ചില സമയത്ത് അതൊരു ഓഡിഷൻ ചെയ്യുന്ന ആളായിരിക്കും. ലൈക്ക് നമ്മൾ എങ്ങനെയാണോ ആ മീഡിയം ക്രോസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ആ മീഡിയമാണ് ചിലർക്ക് പേടി. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എവല്യൂഷൻ എനിക്ക് പണ്ട് ആൾക്കാർ മുമ്പിൽ ഡയലോഗ് പറയുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. ഇത്രയും പേര് എൻ്റെ ഡയലോഗ് കേൾക്കുമല്ലോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുമല്ലോ. ഇപ്പൊ എനിക്ക് എന്താ അറിയോ, ഞാൻ പെർഫോം ചെയ്യുന്ന കാണാൻ ഇത്രയും പേരുണ്ടല്ലോ എന്നുള്ളൊരു ഹൈ ഉണ്ട് എനിക്ക്. അതെനിക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ നിന്നോ ഒരു ഇതിൽ നിന്നോ വന്നിട്ട് തോന്നിയിട്ടില്ല. അത് നമ്മൾ ചെയ്ത് ഇവന് ഈ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. നീ പറഞ്ഞ പോലെ നല്ല ആത്മാർത്ഥതയിൽ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ ഇപ്പോൾ കുറേ ക്രൗഡ് എനിക്കിപ്പോൾ അത് ഭയങ്കര ഹൈ കിട്ടുന്ന സാധനമാണ്. കുറേ ആൾക്കാരുടെ മുമ്പിൽ ഡയലോഗ് പെർഫോം ചെയ്യുക, അത് എനിക്കറിയില്ല അത് എങ്ങനെ ക്രാക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രോബബ്ലി ഓഡിഷൻസിന് പോകുമ്പോൾ അത് കുറേ ഇപ്പോൾ ഈ സർജാന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂസ് കുറേ കാണാറുണ്ട് ആൾക്കാർ. അപ്പോൾ പുറത്തെ ആൾക്കാരുടെയും ഫിലിം മേക്കേഴ്സിന് എല്ലാവരും ഇൻ്റർവ്യൂ കാണുമ്പോൾ ഈ ഓഡിഷനിൽ അതെനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ പറ്റും. കാര്യം ഇപ്പൊ ധോണിയുടെ ഒക്കെ ഇന്റർവ്യൂ ബിലീവ് ഇൻ ദ പ്രോസസ് നോട്ട് ഇൻ ദ റിസൾട്ട് വന്നോളൂ. നമ്മള് ആ ഒരു ഓഡീഷൻ കഴിഞ്ഞിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ അവരുടെ നിർത്തുകയാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര സംഭവം. പക്ഷെ നിർത്തില്ല, ഞാൻ എന്തായാലും എനിക്കിത് വേണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഓഡീഷൻ അല്ലെങ്കിൽ അടുത്ത ഓഡീഷൻ, ആ ഓഡീഷൻ കിട്ടിയില്ലെങ്കിൽ ഓക്കെ അവരുടെ നഷ്ടം എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അത് എന്റെ അഹങ്കാരമല്ല, അത് എനിക്ക് എൻ്റെ ഒരു ഇപ്പൊ ഓരോരുത്തർക്കും ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടല്ലോ. അതെ അതെ അതെ. അപ്പൊ ആ ഇത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തരും. അപ്പൊ ഇപ്പൊ നാളെ എനിക്കിപ്പോ ഞാൻ കഴിഞ്ഞ ആഴ്ച ഓഡീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓഡീഷൻ കൊടുക്കുമ്പോൾ ഇപ്പം എനിക്ക് അങ്ങനത്തെ ടെൻഷൻ വരുന്നേയില്ല. കാര്യം അത് എനിക്ക് ഭയങ്കര കംഫർട്ട് സോണായി മാറി. അവിടെ ആരാണെന്നുള്ളത് എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ ഒരു ഔട്ട്ലുക്കിൻ്റെ വ്യത്യാസത്തിൽ അത് മാറാൻ പറ്റും. അല്ലാണ്ട് ഒരു പെട്ടെന്ന് ഇങ്ങനെ കുറേ സാധനം ചെയ്തു കഴിഞ്ഞാൽ ടെൻഷൻ മാറും. എല്ലാവർക്കും ഓരോ മെക്കാനിസമുണ്ട്. ഇപ്പം ഞാൻ ഇയാൾ നേരത്തെ പറഞ്ഞു എനിക്ക് പാട്ടുണ്ട്, അതിൽ ബ്രീത്തിങ് ഉണ്ട്. നമുക്ക് നമ്മൾ തന്നെ നമ്മുടെ മെക്കാനിസം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ എനിക്ക് വർക്ക് ആവുന്ന സാധനം ഒരിക്കലും ഇവന് വർക്ക് ആവുന്നത്, ഇവന് വർക്ക് ആവുന്ന ഇയാൾക്ക് വർക്ക് ആവാത്ത അതായിരിക്കും. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുക്കണം. അതൊരു സെൽഫ് ഡിസ്കവറി പ്രോസസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല അത് ട്രൂ ആണ്. കാരണം എനിക്ക് ഷൂട്ടിന് മുന്നേ ഒരു 5 മിനിറ്റ് സൈലന്റ് ആയിട്ട് ഇരിക്കണം. എന്റെ കൂടെ ഇരുന്നാലും സംസാരിക്കാൻ പോലും പറ്റില്ല. എനിക്ക് മ്യൂസിക് കേൾക്കാനും പറ്റത്തില്ല. ഞാൻ ഫോൺ പോലും യൂസ് ചെയ്യത്തില്ല. സോ അത് ഈ പറഞ്ഞ പോലെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോരുത്തർക്ക് പറ്റുന്ന നമ്മൾ തന്നെ അത് കണ്ടുപിടിക്കണം. ഇത് ഞാൻ ചോദിക്കട്ടെ, വൈഷ്ണവി ആക്ച്വലി ഒരു ഷൂട്ട് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം കളഞ്ഞിട്ട് പോകും. പിന്നെ ആളുകളോട് അങ്ങനെ കോണ്ടാക്ട് ഒന്നും വെക്കുന്ന സ്വഭാവം ഇല്ലാന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവരുടെ അടുത്ത് എങ്ങനെയായിരുന്നു? ഇപ്പോഴാണോ നിങ്ങൾ വീണ്ടും കാണുന്നത്? അല്ല നമ്മള് ശീലമായതുകൊണ്ട് ഇപ്പൊ എല്ലാരും കൊച്ചി ഉള്ളതുകൊണ്ട് നമ്മൾ എവിടെങ്കിലൊക്കെ വെച്ച് കാണും. അപ്പൊ തന്നെ വിളിക്കും, നീ എന്താണ് ആയിക്കോട്ടെ പോണേ, ഇവിടെ നിൽക്കുന്നത്, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അല്ലാതെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ കോണ്ടാക്ട് ഇവരുടെ പക്ഷെ ടീം എന്ന് പറയുന്നത് വേറെ. അതായത് എന്റെ കൂടെ അമ്മ ഷൂട്ടിന് വരാത്ത ഒരു പരിപാടി ഇതാണ്. അതായത് സത്യമായിട്ടും ഞങ്ങളൊരു 20 പേരൊരു ക്രൂ ഉണ്ടായിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആ 20 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. എടാ പോടാ ബന്ധവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര കമ്മിയായിട്ട് പോയതാ. എനിക്ക് തോന്നുന്നില്ല ബന്ധം വെക്കാനായിട്ട്
അളിയ എവിടെയാ ചോറുണ്ടോ ചോദിക്കേണ്ട കാര്യമില്ല. അല്ല പക്ഷേ ഫിലിം ഇൻഡസ്ട്രി പോലെ ഒരു സ്ഥലത്ത് ഇപ്പൊ ഞാൻ പറയാം, നമ്മൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു ഇന്റർവ്യൂല് സംസാരിക്കുമ്പോൾ ആരായിരുന്നു ഞാൻ ഓർക്കില്ല, പക്ഷെ ഒരു ആക്ടർ പറഞ്ഞത് ഞാൻ റാൻഡം ആയിട്ട് ഇതുപോലെ എന്തെങ്കിലും വരികയാണെങ്കിൽ പറയണം കേട്ടോ എന്ന് എനിക്കറിയാവുന്ന കോൺടാക്ടുകളിലേക്കൊക്കെ ഞാൻ ഇടയ്ക്ക് മെസ്സേജ് അയക്കും. പക്ഷെ അങ്ങനെയാണ് പുള്ളിക്ക് അതിന്റെ അടുത്ത മൂവി വന്നതെന്ന്. ഏത് മൂവിയാന്ന് അത് വേറെയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ അത് ഞാൻ ചെയ്യുന്ന ഒരാളാ. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജിത്തു ജോസഫിന്റെ മൂവിയില് ഞാൻ സാറിന്റെ വലതുവശത്തെ കള്ളൻ, എന്റെ സിനിമ ടൈറ്റിലൊക്കെ കുറച്ച് ടഫായിരിക്കും. JSK സ്റ്റേറ്റ് ഓഫ് കേരള. JSK എന്ന് പറയാൻ എളുപ്പ. അപ്പോ ഞാൻ സിനിമ ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്തും ഡയറക്ടേഴ്സിന്റെ അടുത്തൊക്കെ പോയി ചാൻസ് ചോദിക്കുന്നുണ്ട്. അതുപോലെയല്ല നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് വന്ന് അവരോട് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ അയക്കുന്നത്. പ്രൊഫഷണൽ ആവാ. സിനിമേന്റെ ഒരു രീതി അങ്ങനെയാണല്ലോ, നമ്മള് അതൊരു യൂണിറ്റ് ഒരു സ്ഥലത്ത് ഒഴിവാക്കുക എന്നുള്ളതല്ല, നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാ, നമ്മൾ അടുത്ത ഷൂട്ടിന് പോവാ. നമുക്കപ്പൊ ഇത്ര ആൾക്കാരെയും കൊണ്ടുവരാൻ പറ്റില്ല. അല്ല അത് എനിക്ക് തോന്നുന്നു ബേസിക് ഹ്യൂമൻ നേച്ചറല്ലേ. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഒരു ടെക് കമ്പനിയിൽ വർക്ക് ചെയ്യുക, ഒരു ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാന്ന് വെച്ചു. അയാൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന അയാൾ അവിടെ ഒരു 3 വർഷം വർക്ക് ചെയ്തുകൊണ്ട് 3 വർഷത്തെ ബോണ്ട് ഉണ്ടാവും. അതിന്റെ അയാൾ അവിടെ നിന്ന് മാറി വേറെ ഹൈദരാബാദിലേക്ക് പോയെന്ന് വെച്ചോ. അപ്പൊ അത് ഡിഫറെന്റ് സ്പേസിലേക്ക് എത്തും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 40 ഡേയ്സിൽ നമ്മളൊരു ഫാമിലി എപ്പോഴും. ഇപ്പൊ ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഞങ്ങള് ഷൂട്ടിന് പോണ യാത്ര ഭയങ്കര രസമായിരുന്നു. ഞങ്ങളെ ഇവർ രാവിലെ വന്നൊരു ഒരു വണ്ടി വരും, എല്ലാവരും സീരിയസ്ലി അത് ഭയങ്കര ഫണ്ണാന്ന് വെച്ചാൽ. പക്ഷെ അത് കണ്ടോണ്ടിരുന്നപ്പോ ഞാൻ ആലോചിച്ചിട്ടോ, ഒരു റിസോർട്ട് നിങ്ങൾ ഇത്ര ആളുകള് ചെയ്യുന്നതും ഇത് തന്നെ, അത്ര സാഡ് പരിപാടിയൊന്നും അല്ലല്ലോ, എല്ലാം ഫണ്ണാണ്. ബേസിക്കലി ഒന്ന് ആലോചിച്ച് നോക്ക്, ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വീട്ടിൽ വന്നിട്ട് വണ്ടി പിക്ക് ചെയ്ത് എല്ലാവരും കൂടെ പോകുന്നു. അത് മറ്റുള്ളവർ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു റിസോർട്ടിൽ നിൽക്കുക, അങ്ങനെ കളർഫുൾ അതൊക്കെ ബ്ലെസ്സിങ് അല്ലേ. അപ്പൊ അത് ഞാനല്ലേ, അതൊക്കെ ഞങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഒരു ഈ പറഞ്ഞ പോലെ നാളെ ഈ 5 പേര് ഒരു വണ്ടി എടുത്തിട്ട് നേരെ ഗവൺമെന്റ് മറ്റേ എന്താണ് അതിന്റെ പേര് KSEB-ലോ, ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, അപ്പൊ എന്റെ ഒരു കുട്ടി KSEB-ൽ ഒരു ഇന്നോവയെ കൊണ്ടുപോയി ബെൻസി കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു. അത് നമുക്കറിയാം, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല ഇത്. നമ്മൾ എല്ലാവരും ഈ ഇരിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇപ്പൊ താൻ ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്യുന്ന എങ്ങനെ തനിക്ക് അത് അത്ര പാഷൻ ഉള്ളതാണ്. ഇപ്പൊ അത് ഇല്ലെങ്കിൽ നമുക്കത് ഇൻവോൾവ് ആകാൻ പറ്റും. ഇപ്പൊ താൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞങ്ങള് പ്രിപ്പയർ ചെയ്യുന്നു പറഞ്ഞു, താൻ ഇന്നലെ ഈ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുണ്ട് ഈ സാധനം ഈ സീരീസ് 4 പേരെയും പറ്റി ഇപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുക താൻ എത്ര പ്രിപ്പയർഡ് ആയിട്ട് ഇവിടെ വന്നേക്കണേന്ന്. അപ്പൊ അത് ദാറ്റ് ഷോസ് യുവർ പാഷൻ. അപ്പൊ അതുപോലെ നമ്മളും എനിക്ക് തോന്നുന്നു അത് ഇറ്റ് ഹെൽപ്സ്. ഓക്കെ പറഞ്ഞില്ലേ ഒരു കാര്യം, സോറി, ഒരാൾ എടുത്തു പറയാനുള്ളത് നമ്മുടെ DOP അഭി. ഹി ഡിഡ് an amazing job. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് കോൺഫിഡൻസ് തരുന്ന ആള് നമ്മളെ ഷൂട്ട് ചെയ്യുന്ന ആളായിരിക്കും. കാരണം പുള്ളിയുടെ ഈ കോൺവെർസേഷൻസ് അല്ലെങ്കിൽ പുള്ളിയുടെ ഓരോ നോട്ടത്തിൽ നമുക്ക് സാധനം മനസ്സിലാവും. സോ ഇറ്റ് വാസ് വെരി നൈസ് വർക്കിംഗ് വിത്ത്. പുള്ളി നല്ല ടാലന്റഡ് ആണ്. മൊത്തം ക്രൂ എല്ലാരും the whole crew was like that, but his name പറഞ്ഞിട്ടില്ല. ഇത് ഈ അവസാനിപ്പിക്കുമ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, ഭയങ്കര വൈറലായ ഒരു റീൽസ് ഉണ്ടായിരുന്നു നമ്മുടെ മറ്റേ സാറ്റർഡേ നൈറ്റിന്റെ ഫ്ലെക്സിന്റെ ഫ്രണ്ടിൽ നിന്ന് ഈ തുള്ളുന്ന സാധനം. അതിന് മുന്നേ ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ ഉണ്ടെങ്കിൽ ഇതില് ഹൗ പാഷനേറ്റ് ആയി എന്നുള്ളത് ഭയങ്കര എവിഡന്റ് ആണ്. ഇതിന് വേണ്ടി എന്തോരം പാടുപെടുന്നുണ്ടെന്നുള്ളത്. ആ മൊമെന്റ് എങ്ങനെയായിരുന്നു? അതായത് ഇതിങ്ങനെ കാണുമ്പോണ്ടല്ലോ സംതിങ് ഇസ് ഫൈനലി ഡ്രീം കം ട്രൂ മൊമെന്റ് ആണല്ലോ. സിനിമ എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. ഹൗ വാസ് ഇറ്റ്? ഞാന് പട്ടാമ്പിയിലാണ് എൻ്റെ വീട്. അപ്പൊ ഞാൻ പഠിച്ചത് കോയമ്പത്തൂരും ബാംഗ്ലൂരൊക്കെ ആയിട്ടാണ്. അപ്പൊ ഇവിടുന്ന് എല്ലാ വട്ടം ഓഡീഷൻസിനൊക്കെ വരുമ്പോൾ ആ വഴിയെ ഞാൻ ഓഡീഷൻസിന് പോവാം. KSRTC-യിലാണ് വരിക, ഞാനും അമ്മയും കൂടി വൈറ്റിൽ വന്നിറങ്ങും. അപ്പൊ ഇതൊരു കുറച്ച് കാലം ഇതിൻ്റെ ഒരു ശീലമായിരുന്നു, എല്ലാ വീക്കെൻഡ്സും ഓഡീഷന് വരിക എന്നുള്ളത്. അതെല്ലാം കഴിഞ്ഞ് മധുരം ചെയ്തു, കപ്ലിംഗ് ചെയ്ത ടൈമിൽ ഞാൻ വൈഷുവിന്റെ വീട്ടിലാണ് നിന്നെ. അപ്പോൾ വൈഷു എൻ്റെ അടുത്ത് പറഞ്ഞ എങ്ങനെ മൂവിക്കൊക്കെ വേണ്ടി കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നന്നായിരിക്കും, ഇവിടെ ആകുമ്പോൾ കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതെ വൈഷു അല്ല വൈഷുവിനെ കണ്ടപ്പോ വൈഷുവിന്റെ അമ്മ ചേച്ചി ഇവരുടെയൊക്കെ വീട്ടിലാണ് ഞാൻ നിന്നേ. അപ്പൊ എനിക്ക് അത് കണ്ടപ്പോ കോൺഫിഡൻസ് ആയി. ഓക്കെ, അപ്പൊ എനിക്കും എന്റെ ഫാമിലിനെ കൂട്ടി കൊച്ചിയിൽ വന്ന് നിൽക്കാൻ പറ്റുന്നൊക്കെ വിചാരിച്ച് അടുത്ത മാസം തന്നെ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആയി. കൊച്ചി എന്തോ ദുരൂഹ സ്ഥലം പോലെ കൊച്ചിയിലോട്ട് ഒന്ന് നിൽക്കാൻ പറ്റുന്നു. ഞങ്ങൾ കൊച്ചി നല്ലതല്ല. അത് തൃശ്ശൂരിനൊക്കെ വരുന്നവർക്ക് അല്ല പാലക്കാട് അതൊക്കെ മൊത്തത്തിൽ ഫാമിലി ഷിഫ്റ്റ് ആവണ്ടേ. അപ്പൊ വീട്ടിലൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അമ്മ അനിയത്തി എല്ലാവരും കൊണ്ടുവരണ്ടേ. ഇതൊക്കെ കൊണ്ടുവന്ന് ഞാൻ ഫ്ലാറ്റിലൊക്കെ നിന്നിട്ട് എനിക്ക് അപ്പോഴും ഈ പാലാരിവട്ടം വൈറ്റില ഒരു ഐഡിയ ഉള്ള സ്ഥലങ്ങള്
എനിക്ക് ഓഡിഷന് പോകുന്ന വഴി അറിയാം, ആ പാലാരിവട്ടം റോഡ് അറിയാം. ഒരു ദിവസം ഇതുപോലെ ഓഡിഷന് പോണേ പല പല സ്ഥലങ്ങളില് ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള എടശ്ശേരി മാൻഷനിലായിരുന്നു. പിന്നെ കുറെ വൈറ്റില വെണ്ണല കുറെ പ്രൊഡക്ഷൻ ഹൗസിലൊക്കെ ഓഡിഷന് പോകാറുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ റോഡ് എപ്പോഴും പോകുന്നു, അവിടെ ഈ വലിയ ഫ്ലെക്സ് പതിവാണല്ലോ. അപ്പൊ എന്നും ഇങ്ങനെ KSRTC പോകുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, എന്റെ ഫോട്ടോടെ വന്നിരുന്നെങ്കിൽ, എന്റെ മുഖോടെ വന്നിരുന്നെങ്കിൽ എന്ന് ആലോചിക്കും. അത് പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ സാറ്റർഡേ നൈറ്റിന് ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും വലിയ വലിയ സ്റ്റാർസാ. അപ്പൊ ഇപ്പൊ നിവിൻ ചേട്ടനും ശ്രീ ചേട്ടനും സാനിയും ഗ്രേസ് ആന്റണിയും എല്ലാവരും ഉള്ളപ്പോ എന്റെ ഫോട്ടോ എടുത്തപ്പോഴും ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇവരുടെയൊക്കെ കൂടെ എന്റെ ഫോട്ടോ വരുമെന്ന്, ഒട്ടും വിചാരിക്കുന്നില്ല. ഒരു ദിവസം ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിത് കണ്ട്, ഞാൻ ഓട്ടോ ചേട്ടൻ നിർത്തുന്ന പറഞ്ഞാൽ അങ്ങനെ ഓട്ടോ നിർത്തി ചാടി ഇറങ്ങി. അത് ആ മൊമെന്റ് ക്യാപ്ചർ ചെയ്ത എന്റെ സിസ്റ്ററാ. അത് റോ ഇമോഷൻ ആയിരുന്നു, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നിവിൻ ചേട്ടനും എല്ലാവരുടെയും കൂടെ ഞാൻ, അതൊരു ഡ്രീമാണ്. ഇപ്പോഴത് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുക. എന്നെ ഒരു പോസ്റ്ററിൽ ഇപ്പൊ ഞാൻ കുറെ ആഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ ഒന്നും ആരും വെക്കില്ല, എന്റെ മുഖം വന്നിട്ടില്ല, എവിടെ വന്നിട്ടില്ല. സ്വന്തമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്താലായി. ഇത് ആദ്യമായിട്ട് ഇങ്ങനെ വന്നപ്പോ അത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ വൈറലാവുമെന്നോ ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിന്റെ ഇടയിൽ വന്ന കമന്റ്സ് ആണ് എനിക്ക് മനസ്സിലായ എത്ര ആൾക്കാർ ശരിക്കും ആഗ്രഹിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത് എന്നുള്ളത്. വളരെ സന്തോഷമായിട്ട് ചോദിച്ച എന്നെയും കൂടി ഇമോഷണൽ ആക്കി ഓക്കെ. ഈ കപ്ലിംഗിന്റെ ഫസ്റ്റത്തെ ഈ സീരീസ് 8 എപ്പിസോഡ് എൻഡ് ചെയ്യുമ്പോൾ എവിടെയോ ഒരു ഓപ്പൺ എൻഡിങ്ങിലാണ് ഇത് നിൽക്കുന്നത്. ഇതിനൊരു തുടർച്ച വരും എന്നുള്ളൊരു ഫീല് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന പോലെ വരുമോ? പറയില്ല. ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓഡിയൻസ് അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വരും. പിന്നെ ഞങ്ങള് 4 പേരല്ലാതെ ഇനിയും ശ്രീനാഥ് ബാബു, ആദി, ക്രോണിക്കിൾസ് ഓഫ് 4.5 ഗാങ്ങിലൊക്കെ സഞ്ജന പറഞ്ഞു, ഇവര് 3 പേരാണ് നമുക്ക്. നെബിൻ കാസിം, ഡാനിയാണ്. അത് ശ്രീനാഥ് അല്ല റോക്കി ബൈ. നെബിന്റെ ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു? റോക്കി ബൈ അല്ലേ? റോക്കി ബൈ അവനിപ്പോ UK അസിസ്റ്റന്റ് ആയിട്ടുള്ള ഈ വിനീതിനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന അപ്പൊ ഇവരൊക്കെ ശ്രീനാഥേട്ടനൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല കോമഡി ടൈമിലുള്ള ആഷ്ലി ചേട്ടൻ. അങ്ങനെ ഇവരെല്ലാരും ഇപ്പൊ നമ്മള് പല പല സിനിമയിലും കാണുന്നുണ്ട്, നമ്മളെ ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ ആഷ്ലി ചേട്ടനൊക്കെ എനിക്ക് എന്റെ കോളേജിലെ സീനിയർ. അപ്പൊ ഞങ്ങൾക്ക് അത്ര വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഡ്രീം ചെയ്ത് നടന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതൊക്കെ ഒരു സന്തോഷം. വരട്ടെ, 2ാമത്തെയും 3ാമത്തെയും ഒക്കെ ഭാഗം വരട്ടെ. ഞങ്ങളിപ്പോ രാവിലെ വന്നിട്ട് ഞാൻ ചേർത്തനോട് ചോദിച്ചുള്ളൂ. ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് കാണാനിരിക്കുന്ന ആളുകളോട് 4 പേർക്കും കൂടെ 4 കപ്പിൾസിനും കൂടെ പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഇതൊരു മലയാളത്തിൽ അങ്ങനെ കൂടുതൽ കാണാത്ത ഒരു തരം വെബ് സീരീസ് ആണ്. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദിസ് ഇസ് കോമഡി, റൊമാൻസ്, ഫ്രണ്ട്ഷിപ്പ്, ഇതെല്ലാം കൂടെ ഉള്ള ഒരു പരിപാടിയാണ്. എല്ലാവർക്കും ഇഷ്ടം. ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പ്ലീസ് വാച്ച് ഇറ്റ്. ഞങ്ങളായിട്ട് കുറെ തള്ളി മറിച്ച് വലിയ സംഭവം ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഒരിക്കൽ കണ്ട എന്തായാലും നിങ്ങൾ മോശം പറയത്തില്ല. ഭയങ്കര മോശമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും, കണ്ടിരിക്കാനും പറ്റും. അങ്ങനത്തെ ഒരു സീരീസ് ആണ്. സോ പ്ലീസ് വാച്ച്. എനിക്ക് തോന്നുന്നത് അല്ല, ഇപ്പോ നമുക്ക് എന്റർടൈൻ ചെയ്യാന്ന് പറയില്ല നമ്മളെ. ഇപ്പോൾ നമ്മളെ ഇപ്പം മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ആസ് എൻ ഓഡിയൻസ് എന്നെ ഏറ്റവും കൂടുതൽ എന്റർടൈൻ ചെയ്യുന്നത് നമ്മുടെ സസ്പെൻസ്, ത്രില്ലേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഉള്ളിലെ ഫൺ, ലവ്, കുറച്ച് ജലസി, ഇതൊക്കെ കൊണ്ടുവരുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു റെഫറൻസ് പറയല്ല, ബട്ട് സ്റ്റിൽ ഒരു K-ഡ്രാമ കൈൻഡ് ഓഫ്, ഒരു ബോളിവുഡിഷ് കൈൻഡ് ഓഫ്, അങ്ങനത്തെ ഒരു കളർ, ഇതൊക്കെ ഞാൻ പറയുന്ന ഒരു കളർ ആൻഡ് പാലറ്റ് പരിപാടിയിലൊക്കെ കേട്ടോ. അങ്ങനത്തെ ഒരു രസകരമായിട്ടുള്ള സീരീസ് ആയിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി പ്ലീസ് ടു വാച്ച് ഇൻ മനോരമ മാക്സ്. എനിക്ക് കിട്ടിയ വൈബ് തെറ്റിയില്ല കേട്ടോ. ആ കോക്ടെയിൽ ഫീൽ തന്നെയാണ്. നമുക്ക് അങ്ങനത്തെ കാണണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇംഗ്ലീഷ് കുറെ സീരീസ് ഒക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പൊ അതുപോലെ മലയാളത്തിൽ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഭയങ്കര ഫൺ റോം കോം, കംപ്ലീറ്റ്ലി സിനിമാറ്റിക് ആയിട്ടുള്ള സാധനം, കുറച്ച് അനിമേറ്റഡ് ആണ് ആൾക്കാർ. അതെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പിരിയാം. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. തോന്നുന്നില്ല ഇങ്ങനെ ഷൂട്ടിന് ഭയങ്കര ഫൺ. അതുപോലെ പോവാം തോന്നില്ല, പക്ഷെ പോവാം. താങ്ക് യു.